ഞാൻ എന്തായി കാണുന്നേ വിശ്വട്ടാ? കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ നിരഞ്ജനയും ജയന്തിയും. കുഞ്ഞിനെ നോക്കാൻ കൂട്ടാക്കാതെ വിശ്വനാഥൻ. അനാഥ ശിശു നിന്നെ ദയവേത് വിശ്വട്ടം പറയരുത്. അർച്ചനയെ ഡോക്ടർ ഹിമ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്താ ഹിമ നിന്റെ ഉദ്ദേശം? അർച്ചന നഷ്ടപ്പെട്ടുവെന്നറിയുന്ന ചെവള കാർത്യായനിയെ കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. അവള് ചാടിപ്പോയതാ രാഘവ. ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് നീ എന്നെ ചതിച്ചെങ്കിൽ നിനക്കുള്ള ശിക്ഷ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ തരുവടി. കിട്ടുന്നവരക്ക് നിന്നെ ഞാൻ വിൽക്കും. രാഘവ, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് മുഴുവൻ ഇവളുടെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കും. എനിക്ക് വേണ്ട വിടാൻ. എനിക്ക് വേണ്ട. അയ്യോ വിടന്നെ. അയ്യോ എനിക്ക് എന്നാണ് അവളെന്നെ ചതിച്ചടാ. ഇവിടെ കൂടെ തന്നെ അവളെ. അച്ഛൻ എവിടെ അമ്മ? റൂമിലുണ്ട്. ബാഗ് കാറിൽ കൊണ്ടുവയ്ക്കാം. ചക്കരെ മുലപ്പാല് കുടിക്കേണ്ട കുഞ്ഞാ. എനിക്കതറിയില്ലമ്മേ. ഇങ്ങോട്ട് വരുന്ന വഴി അവന് വേണ്ടതെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് സെർലാക് ബാഗിൽ കരുതിയിട്ടുമുണ്ട്. ഇൻസ്റ്റന്റ് മിൽക്ക് വയറ് ചീത്തയാക്കും. പക്ഷേ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. പിന്നെ നീണ്ട യാത്രയാ. അവിടുത്തെ ക്ലൈമറ്റ് ഇവന് പിടിച്ചെന്ന് വരില്ല. നാളെ രാവിലെ തന്നെ നിങ്ങൾ ഇവനെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കണം. കാണിക്കാമേ. ആ, അവിടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവോ? ഒരു സെർവന്റിനെ കൊണ്ടുവരുന്ന കാര്യം അഴകേശ ഏറ്റിട്ടുണ്ട്. ആ, ആളും തരമൊക്കെ നോക്കി വേണം നിർത്താൻ. ഇവിടത്തെ പോലെ ഒരു സെർവന്റിനെ അവിടെ കിട്ടാൻ പ്രയാസം അമ്മേ. എങ്കിലും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഇവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഭക്ഷണത്തിന്റെ കാര്യം നോക്കാൻ ഒരാളെ കിട്ടിയാ മതി. എന്നാ നമുക്ക് ഇറങ്ങാം. ആ അമ്മേ, അച്ഛനെ കൂട്ടി അങ്ങോട്ട് വരണം. മോള് വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ഇല്ല, മൂന്നാറിലെത്തട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. പോകുന്നതിന് മുമ്പ് നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ പെൺകുട്ടിയുടെ കുഞ്ഞിന്റെ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ല. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ബെഡിൽ നിന്ന് അവിടെ നിലത്ത് വീണിരുന്നു എന്ന് ഫൈസി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. ശരി അച്ഛാ. ഇങ്ങത്താ വേണ്ട, ഞാൻ എന്റെ മോനെ കൊണ്ടുതരാം. ഓ ഓ ഓ എന്റെ മോൻ ചെല്ല്. അച്ഛമ്മ വരാൻ കേട്ടോ. ഓ ഓ ഓ ഓ പറഞ്ഞു വിടാൻ മനസ്സനുവദിക്കുന്നില്ല. കരയല്ലേടാ. പോട്ടേമേ, കരയല്ലേടാ. ഇനി എന്റെ മോന് ഈ വീട് കാണുന്നത് എപ്പോഴാ? 1.5 വയസ്സെങ്കിലും ആയിട്ടാവില്ലേ? ഓ ഓ ഓ ഓ ഓ സുധി, പതുക്കെ പോണേ. ഹൈ റേഞ്ച് എത്തുന്നതിന് മുമ്പ് രാത്രിയാവും. പിന്നെയുള്ള യാത്ര പ്രയാസാ. ഇനിയിപ്പോ അതേപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ലമ്മേ. എന്നാ ശരിയമ്മേ. ശരിയമ്മ.
അവരവിടെ എത്തിയെന്നറിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോയി കിട്ടിയത് ഭാഗ്യം. അവരൊരു ജീവിതം തേടിയാ പോയത്. 1.5 വർഷം കഴിയുമ്പോൾ അവര് തിരിച്ചു വരും. എന്റെ മോന്റെ തകരാറ് ഇനി ഈ ലോകം അറിയില്ല. ഫൈസിയോടാ നന്ദി പറയേണ്ടത്. ആ കുഞ്ഞവന്റെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ ഇതുകൂടെ നിൽക്കാനേ കഴിയില്ലായിരുന്നു. രാവിലെ 11 മണിക്ക് അവള് പ്രസ് മീറ്റ് വെച്ചതാ. ഒരു കുഞ്ഞിനെ കൈ കിട്ടിയപ്പോ വക്കീലിന്റെ ധാർമ്മിക രോഷമൊക്കെ ഒലിച്ചുപോയി. ഇനി അവൾക്ക് അമ്മാളുനെ വേണ്ട. ആ കുട്ടിയെ പിന്നെ എന്ത് ചെയ്യും? ഫൈസി അവളെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒന്നും ഫൈസി ചെയ്യില്ല. 3-4 ദിവസം കഴിഞ്ഞ് നമുക്ക് മൂന്നാറിലൊന്ന് പോണം. ആ കുഞ്ഞിന്റെ മുഖം മനസ്സിന്ന് മാഞ്ഞു പോകുന്നില്ല. പണ്ട് സുധിയെ കയ്യിലെടുത്തപ്പോ ഉണ്ടായ അതേ അനുഭവം ഞാനിന്ന് തിരിച്ചറിഞ്ഞു വിശ്വട്ട. എന്റെ മോന്റെ കുഞ്ഞാ അത്. മറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. സർ, ആ. ഒരു എമർജൻസി ഫാക്സ് വന്നിട്ടുണ്ട്. മൈ ഗോഡ്. 4 ദിവസം മുമ്പ് നടന്നത് സർ. ദിവസം 4 കഴിഞ്ഞാൽ കേസുമായി വന്നിരിക്കുന്നത്. ആ ശരി, താൻ വയ്ക്കോ. ശരി സർ. നിക്കടി. കുളിയും തേവാരമൊക്കെ കഴിഞ്ഞോടി. ഏതോ ഒരുത്തിക്ക് പ്രസവ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട ഗതികേടും എന്റെ മോളായിട്ട് എനിക്ക് വരുത്തി വെച്ചു. നോക്കണേ ഓരോരുത്തരുടെ ഭാഗ്യം. പിഴച്ചു പറ്റാൽ എന്ത്? നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേടി? ഇല്ല. പിന്നെ നീ ആരുടെ കൂടെ ഇതുവരെ ജീവിച്ചത്? അത് കുഞ്ഞമ്മയുടെ കൂടെയാ. പിന്നെന്താ നീ അങ്ങോട്ട് പോവാത്തത്? നിനക്ക് ആ കൊച്ചിനെ സമ്മാനിച്ചത് ആരാ? എന്താടി, അത് നിനക്കറിയത്തില്ലേ? അവൻ കൈയൊഴിഞ്ഞതാണോ? അല്ല. പിന്നെ? ഞാൻ ഒഴിഞ്ഞു മാറിയതാ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ പേടിച്ചിട്ട്. അപ്പോ പിടിച്ചത് പുളിങ്കൊപ്പിലാണല്ലേ? മിച്ചം കിട്ടിയതൊരു കൊച്ചും. അല്ല, നീ എന്ത് കരുതി ഇവിടെ കഴിയാന്ന് വെച്ചത്? ഡോക്ടർ എന്ന് പറഞ്ഞിട്ടെന്താ? എന്റെ മോളൊരു പൊട്ടിയ. നിന്റെ കരച്ചിലും പിടിച്ചിലും കണ്ടപ്പോ അവളുടെ മനസ്സലിഞ്ഞു. അത് വെച്ച് മുതലാക്കാനാ നിന്റെ ശ്രമമെങ്കിൽ അത് വേണ്ട. നിന്നെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കാണാറുള്ളതാ. വലിയൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ടാ ഞാൻ. നിന്നെപ്പോലെ പല തരികിടകളെയും ഞാൻ അവിടെ കാണാറുണ്ട്. പക്ഷെ എന്റെ തലയിൽ ഇങ്ങനെ ഒരു കുരിശ് വന്ന് കയറുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞതാ. കുഞ്ഞിനെ കിട്ടിയിട്ട് പോയാൽ മതിയെന്ന് മാഡം പറഞ്ഞു. ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ കൊച്ചിനെ എങ്ങനെ കിട്ടുമെന്നാ നീ പറയുന്നത്? അതിപ്പോ തമിഴ്നാട്ടിലോ കർണാടകയിലോ എത്തിക്കാണും. അനാഥാലയത്തിലെ കൊച്ചുങ്ങളെ വില കൊടുത്തു വാങ്ങുന്നത് ഭിക്ഷ ദണ്ഡിക്കാനൊന്നും അല്ല, മക്കളില്ലാത്ത കാശുകാർക്ക് വളർത്താനാ. ഇനിയിപ്പോ ആ കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടാ തന്നെ നീ തിരിച്ചറിയാനും പോകുന്നില്ല. കരയാൻ പറഞ്ഞതല്ല ഞാൻ. നിനക്ക് വീടില്ല, നിന്നെ കയ്യേക്കാൻ സ്വന്തക്കാരുമില്ല, പിന്നെ ഒരു കൊച്ചിനെ വളർത്തുന്ന. അതിനെ ആരെങ്കിലും വളർത്തട്ടെ എന്ന് കരുതണം. ഞാനിതൊക്കെ പറയുന്നത് എന്റെ തലയിൽ വന്നു കയറിയ ഭാരം ഒന്ന് ഒഴിഞ്ഞു പോവാനാ. ആ, ഞാനിപ്പം എത്തൂടാ. ദാ ഇറങ്ങി. എന്നാ ശരി. അതെ, നിങ്ങൾ പോകാൻ തുടങ്ങുവാണോ? എന്താടി? ഞാനും പിള്ളേരും ചേർന്നൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം?
ഇനി നിങ്ങളെ അറിയിച്ചില്ലെന്ന് വേണ്ട. ഞങ്ങൾക്ക് ഇനി ഒന്നും മറച്ചു വെക്കാനില്ല. അമ്മ അച്ഛനോട് കാര്യം പറ. കാർത്തിയാനിയെ പ്രതിയാക്കി ഞാനൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോവുക. ഞാൻ എല്ലാം പോലീസിനോട് പറയും. അർച്ചനയ്ക്ക് എന്തു പറ്റിയെന്നറിയാൻ. ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. അപ്പോ നീ എന്നെയും പ്രതിയാക്കുമല്ലടി? നിങ്ങൾ പ്രതിയാണോ സാക്ഷിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയാ. ഉപ്പ് തിന്ന വെള്ളം കുടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. തള്ളയുടെയും മക്കളുടെയും പുതിയ നീക്കം മനസ്സിലായി. കൊള്ളാം. ചോറ് തിന്ന കൈക്കിനെ കൊത്തണോടി. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ ആണായിട്ട് പറഞ്ഞത്. പിന്നെന്തിനാ അച്ഛൻ പേടിക്കുന്നേ? അച്ഛന്റെ പറച്ചിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇപ്പൊ അറിയാം. രാജപ്പന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ ഒന്നും ഒരിടത്തും പോലടി. കണ്ടോടി മക്കളെ, ഇങ്ങരുടെ സ്വഭാവം മാറിയത് കണ്ടോ? അച്ഛൻ എന്റെ തലയെ കൈവച്ച് പറഞ്ഞതല്ലേ കാർത്തികനെയും ചേർന്ന് അച്ചുവേച്ചിയെ ചതിച്ചിട്ടില്ലെന്ന്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരും തലയിൽ കൈവച്ച് സത്യം ചെയ്യാൻ മക്കളെ. വേണ്ട വേണ്ട, എന്റെ പിള്ളേരുടെ തലയെ കൈവച്ച് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. പിന്നെ ഞാനെന്ത് വേണമെന്ന് പറ. കാർത്തിയാനിയെ കൊല്ലണോ? ഞാനത് ചെയ്യാം. എനിക്കിപ്പോ അത് ബോധ്യമായി. നിന്റെയൊക്കെ മുന്നില് ഒരു ചതിനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. ഞാനും തീരുമാനിച്ചടി, എന്റെ നിരപരാധിത്വം നിങ്ങളെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന്. എന്റെ കുടുംബം തല്ലി തകർത്ത ആ കാർത്തിയാനിയെ ഞാനിനി ജീവനോടെ വച്ചിക്കില്ല. ഇത് അച്ഛന്റെ അടുത്ത അടവ. പറഞ്ഞതുപോലെ അങ്ങനെ അത് ചെയ്യുമോ മക്കളെ? അമ്മ ഒന്നും മിണ്ടാതിരിക്കും. അയ്യോ, അപ്പോ അച്ഛൻ കാർത്തിയനെ കൊല്ലാൻ പോവാണല്ലേ? അതേടി, ഞാനത് മുമ്പേ കുറിച്ചതാ. അവളുടെ മരണം എന്റെ കൈകൊണ്ടാണെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. വാ, നമുക്ക് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കാം. കൈയെടുക്ക്. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അറിയാവുന്ന കാര്യം നമ്മൾ പോലീസിനോട് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കാൻ. അയ്യോ, പോകരുതെന്ന്. അച്ഛനെ തിരിച്ചു വിളിക്കും മക്കളെ. അച്ഛൻ പുറത്തൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് പറയും കാർത്തികനെ മുങ്ങിക്കളഞ്ഞെന്ന്. ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? നിരപരാധിയാണെങ്കിൽ അങ്ങനെ അവളെ കൊല്ലും. ആശാനോടൊന്ന് വിളിച്ചു പറ മക്കളെ. ചെല്ലേ. ഞങ്ങൾ ആരെയും കാണാൻ പോകുന്നില്ല. കേസിന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഇറക്കിയ നമ്പരായത്. നീ വാടി. എടി, എന്റെ ദൈവമേ, ഇനി ഞാൻ എന്തു ചെയ്യും? ആരോടാ ഒന്ന് പറയുന്നേ? സാർ, എന്താ? ആ കാറിലൊരു കുഞ്ഞുണ്ട്. ഇറങ്ങി വരണം. എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരത്തുനിന്ന്. എങ്ങോട്ട് പോകുന്നു? അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യം എന്താ? ചില കാര്യങ്ങളൊക്കെ പോലീസുകാർ അറിയണം. ബുക്കും പേപ്പറും എടുത്തിട്ട് വാ. ഈ പറഞ്ഞതൊക്കെ എന്റെ വണ്ടിയിലുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? നീ ആരാടാ? SP വിശ്വനാഥന്റെ മകനാ ഞാൻ. കാറിലിരിക്കുന്നത് എന്റെ ഭാര്യയും കുഞ്ഞുവാ. സോറി സാർ, ആദ്യം തന്നെ സാർ അത് പറയേണ്ടതായിരുന്നു. സാർ പോയിക്കോളൂ. അല്ല, എന്താ ഇങ്ങനെ ഒരു ചെക്കിംഗ്? ഒരു കുഞ്ഞിന്റെ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട് സാർ, അതാ ചെക്കിംഗ്. സാർ ചെല്ലേ. ആ, ഓക്കെ. നിരഞ്ജന, പ്രശ്നം സീരിയസാ. അവരന്വേഷിക്കുന്ന കുഞ്ഞാ തന്റെ കയ്യിലിരിക്കുന്നത്. അതിന് നമ്മളെന്തിനു ഭയപ്പെടണം? അവരന്വേഷിക്കട്ടെ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാം കെട്ടടങ്ങും. സുധി ടെൻഷനാവാതെ വണ്ടി എടുക്കുക. ഒന്ന് നിന്നേ. കുറെ ദിവസമായിട്ട് നിന്നോടൊന്നും മിണ്ടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. നിന്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് കരുതല്ലേ. ഹേമാംബിക ഒരു സ്വസ്ഥതയും തരത്തില്ല. അതാ നിന്നോട് ഞാൻ സംസാരിക്കാൻ വരാത്തത്. എന്നാലും വിവരങ്ങൾ ഹിമയോട് ഞാൻ ചോദിച്ചറിയുന്നുണ്ട്. എന്റെ പരിചയത്തിൽ ചില പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഞാൻ അവരോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കാം. ആൺകുഞ്ഞായിരുന്നല്ലേ? അതെ. കഷ്ടമായിപ്പോയി.
പിന്നെ കുഞ്ഞിന്റെ തന്ത നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ല. അതെന്താ? ഇപ്പൊ കണക്ഷൻ ഒന്നും ഇല്ലേ? അയാളുടെ കല്യാണം കഴിഞ്ഞതാണോ? അതെ. നീ കാണിച്ചത് മണ്ടത്തരമായി പോയി. നോക്കിയും ശ്രദ്ധിച്ചുമൊക്കെ വേണ്ട ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ. എനിക്കറിയാം, വിവരം അറിഞ്ഞപ്പം അയാൾ കൈമലത്തി കാണും. നിന്റെ കൈ കുറച്ച് കാശും തന്നു കാണും. അങ്ങനെയല്ലേ? നിക്ക്. ഹേമാംബിക പലതും പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. ഹിമയെ മണിയടിച്ച് നിന്നാ മാത്രം മതി. കൊച്ചിനെ പോലീസുകാർ കണ്ടെത്തി തരും, നീ വിഷമിക്കണ്ട. ഇവളുടെ കൊച്ചിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കാതിരുന്നാ മതി. നിനക്കെന്താടി, മുറിയിലിരുന്ന് ഇരിപ്പുറക്കില്ലേ? ആരെ കാണാനാ നീ പുറത്തിറങ്ങിയത്? മാഡം വന്നെന്ന് കരുതി ഞാൻ പുറത്തിറങ്ങിയതാ. അവള് വരും പോവും, അതൊക്കെ നീ അറിയുന്ന എന്തിനാ? നീ മുറിയിലേക്ക് ചെല്ലെ. അവള് വന്നേ പിന്നെ നിങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായെന്ന് എനിക്കറിയാം. എപ്പോഴും ഒരു വെള്ളം ദാഹവും പരവേശവും. അനാവശ്യം പറയരുത് ഹേമാംബികെ. എന്റെ മോടെ പ്രായം മാത്രമേ അവക്കുള്ളൂ. എന്തോ? ഒന്നുകൂടി പറഞ്ഞേ. മോളുടെ പ്രായം? 10-20 വയസ്സുള്ള ഒരു പെണ്ണ് ഇവിടെ ജോലിക്ക് നിന്ന കാര്യം നിങ്ങൾ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. ഹിമ ഇപ്പോഴും അതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി ആ പെണ്ണിന്റെ പിറകെ എങ്ങാനും മണം പിടിച്ച് നടക്കുന്നത് ഞാൻ കണ്ട എന്റെ തനിസ്വരൂപം ഒന്നും കൂടി നിങ്ങളെ കാണും. പട്ടി പുല്ല് തിന്നുകയില്ല. എന്ത് മണ്ടത്തര ഫൈസി പറയുന്നത്? അവരെ തിരിച്ചു വിളിക്കാനോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? കുഞ്ഞിന്റെ അമ്മ കേസുമായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പൊ വന്നമ്മ ഇത്രനാൾ എവിടെയായിരുന്നു? കേസ് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചനയിലായിരുന്നു. പരാതിയുമായി വന്നതാരാന്ന് ഫൈസി കണ്ടോ? ഇല്ല, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത്. എന്താ കംപ്ലൈന്റ് പറയുന്നത്? പ്രസവം കഴിഞ്ഞ് പോകുന്ന വഴി വണ്ടി തടഞ്ഞ ആരൊക്കെയോ ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിന്ന്. അതിന്ന് തന്നെ ഈ പരാതി എങ്ങനെയുണ്ടായെന്ന് ഫൈസിക്ക് മനസ്സിലായല്ലേ? 4 ലക്ഷം രൂപ കൊടുത്താ അവര് കുഞ്ഞിനെ വിറ്റേന്നല്ലേ ഫൈസി പറഞ്ഞത്? കാശ് പോയവർ അടങ്ങിയിരിക്കുമെന്ന് ഫൈസി കരുതുന്നുണ്ടോ? അവര് രംഗത്ത് വരിക തന്നെ ചെയ്യും. അതിനവർ മുന്നിൽ നിർത്തുന്നത് കുഞ്ഞിന്റെ അമ്മയാവും. കുഞ്ഞിനെ പിടികൂടിയത് പോലീസാണെന്ന് അവർക്കറിയാം. അമ്മയെ മുന്നിൽ നിർത്തി ഒരു നാടകം കളിച്ചാ പോലീസ് കുഞ്ഞിനെ വിട്ടുകൊടുക്കുമെന്ന് അവർ പ്ലാൻ ചെയ്തു. ഇത്രയും ദിവസം അവർ വരാതിരിക്കാനുള്ള കാരണം അതാ. ഭീഷണി ഭയന്ന അവർ കേസുമായി വന്നത്. സത്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഫൈസി അതിന്റെ പിന്നാലെ പോണ്ട. ഒരു സത്യം ഫൈസി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. കുഞ്ഞിനെ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതേപ്പറ്റി ഫൈസി ഇനി ചിന്തിക്കേ വേണ്ട. കുഞ്ഞ് ഫൈസിയുടെ കയ്യിലാ കിട്ടിയെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും അറിയില്ല. ഏത് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാ കുഞ്ഞിനെ കൈവിട്ടു പോയതെന്ന് ആ റാക്കറ്റിനറിയാം. പക്ഷേ അവർക്കത് പുറത്തുവിടാൻ പറ്റില്ല. പോലീസിന്റെ സംരക്ഷണയിൽ കുഞ്ഞുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കിട്ടുക, അത്രയുള്ളൂ ഇപ്പോഴുണ്ടായ ഒച്ചപ്പാട്. ഫൈസി കണ്ണടച്ചാ അതിവിടം കൊണ്ട് തീരും. ഫൈസിയുടെ മനസ്സറിയാവുന്നോണ്ട് പറയോ, നമ്മൾ ഇതേക്കുറിച്ച് മനസ്സ് പുകയ്ക്കരുത്. ആ ചാപ്റ്റർ അടഞ്ഞു. ഫൈസി ഇരിക്കും, ഞാനൊരു ചായ ഉണ്ടാക്കാം. ഒരു ബോട്ടിൽ വെള്ളം തരൂ. മോൻ ഉണർന്നോ? ഓ ഇല്ല, അവൻ നല്ല ഉറക്കത്തില്ല. ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരാളേ ഉള്ളൂ, അത് സുധിയ. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതാ എൻ്റെ വിവാഹം. അവിടെ സുധി കടന്നു വന്നു, എന്നെ അമ്പരപ്പിച്ചു. പിന്നെ ഓരോ തവണയും ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്തായിരുന്നു സുധിയുടെ പെരുമാറ്റം. എനിക്ക് സുധിയോടുള്ള കടപ്പാട് ഒരു ജന്മം കൊണ്ട് തീരുന്നതല്ല. നിരഞ്ജനയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് മനസ്സിലായി. കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സുധി അനുഭവിച്ച സന്തോഷം ഞാൻ കണ്ടതല്ലേ. തറവാട്ടിലേക്ക് ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ട് കയറ്റി സുധി തൃപ്തിപ്പെട്ടു. സുധി ഒരു പക വീട്ടി എൻ്റെ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നോട് കാണിച്ചത് കാരുണ്യല്ലേ.
ഒരു പ്രഭാതം കൊണ്ട് ഞാനൊരു അമ്മയായി. പോകാം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ വൈകും. എന്താ ഫൈസി? നിങ്ങൾ വീട്ടിലുണ്ടോ? ഞങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്രയില്ല. എന്താ ഫൈസി? സുധി, അത് ആ കുഞ്ഞിന്റെ അമ്മയെന്ന് അവകാശപ്പെട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഫൈസി എന്തായി പറയുന്നത്? ഏതമ്മയാ വന്നത്? ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്താ സുധി? കുഞ്ഞിന്റെ അമ്മ വന്നിട്ടുണ്ടെന്ന്. സുധി, ആ ഫോണിങ് തന്നെ. സുധി, ഫോൺ താ, ഞാൻ സംസാരിക്കാം. ആ ഫൈസി, എൻ്റെ കുഞ്ഞിൻ്റെ ഒരമ്മയേ ഉള്ളൂ. അത് ഞാനാ.